അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായിട്ടുള്ള സ്വാഗതം. നമ്മളിപ്പം നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഈ കാണുന്ന തൊടുപുഴ കട്ടപ്പന ചുരത്തിൽ ഈ കഴിഞ്ഞ ദിവസം പ്രത്യേകമായിട്ട് പറഞ്ഞ 2024 ഏപ്രിൽ മാസം കത്തിയ ഒരു വണ്ടിയുടെ വീഡിയോ ആണ് കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് വാഹനങ്ങളുടെ വീഡിയോ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇടുക്കി ചുരത്തിൽ ഹൈറേഞ്ച് കയറ്റം കയറുന്ന വഴി ഒരുപാട് വാഹനങ്ങൾ കത്തിയതിൻ്റെ വീഡിയോ നമ്മുടെ പേജിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കത്തിയ ഒരു വാഹനമാണ്. തൊടുപുഴ കട്ടപ്പന റൂട്ടിൽ ഏകദേശം നാടുകാണി എന്ന് പറയുന്ന സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി കത്തിയ ഒരു വണ്ടിയുടെ വീഡിയോ ആണ്. ഈ മോഡലുള്ള ഒരുപാട് വാഹനങ്ങൾ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളായിട്ട് കത്തിക്കിടപ്പുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കത്തുന്നതെന്നുള്ള കാര്യം ഇപ്പോഴും ആർക്കും കൃത്യമായിട്ട് അറിയത്തില്ല. ഇടുക്കി ചുരത്തിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുള്ളവർക്കറിയാം, ഏകദേശം 10-12 കിലോമീറ്ററോളം തുടർച്ചയായ കയറ്റം ഉള്ള ഒരു റോഡാണ്. അതോടൊപ്പം തന്നെ ഏകദേശം 12 ഹെയർ പിൻ വളവുകളുമുണ്ട്. അപ്പോൾ ഇത്തരം വഴിയിലൂടെ വാഹനം ഓടിക്കുമ്പോൾ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർമാർക്ക് മാത്രമേ അത്യാവശ്യം നന്നായിട്ട് വാഹനം ഓടിച്ച് ഈ വഴി സഞ്ചരിക്കാൻ കഴിയാറുള്ളൂ. ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ കടന്നു പോകുന്ന ഒരു വഴി കൂടിയാണിത്. ഇപ്പോൾ ഡ്രൈവിങ്ങിലൊക്കെ പരിചയക്കുറവുള്ളവർ ഇതുവഴി വാഹനം ഓടിക്കുമ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ ആവർത്തിക്കാൻ ഒരുപാട് കാരണമാകാറുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റുകളും ഉണ്ട്. ഇത്തരം വണ്ടികൾ ഒരുപാടെണ്ണം നമ്മുടെ ഇടുക്കി ജില്ലയിൽ കത്തിയിട്ടുണ്ട്. അത് മെയിനായിട്ടും വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ ഡ്രൈവിങ്ങിലെ പോരായ്മകളായിരിക്കാം. ഈ വർഷം തന്നെ ഇടുക്കി ജില്ലയിൽ കത്തുന്ന 4ാമത്തെ വാഹനമാണിത്. ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വാഹനങ്ങൾ വലിയ രീതിയിൽ ഇങ്ങനെ കത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ കത്തിയിരിക്കുന്ന ഈ മോഡലുള്ള വാഹനങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ മോഡലുള്ള വാഹനങ്ങൾ മാത്രം ഇങ്ങനെ ഏറ്റവും കൂടുതൽ കത്തുന്നതെന്നുള്ളത് അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റു വണ്ടികളൊക്കെ കത്തിയ പോലെ തന്നെ ഈ വാഹനവും മൊത്തമായിട്ട് കത്തിപ്പോയി. തരിമ്പ് പോലും ഇല്ലാതെ ഫുള്ള് ഇൻറ്റീരിയറും ടയറും സഹിതം ഫുള്ള് ഈ വണ്ടി കത്തിപ്പോയിട്ടുണ്ട്. ഏകദേശം ടോട്ടൽ ലോസ് ആയ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ വണ്ടിയുടെ കണ്ടീഷൻ. പെട്രോൾ വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഓട്ടത്തിൻ്റെ കത്തിപ്പോവാറ്. ഫ്യൂവൽ പൈപ്പിന് ലീക്കേജ് സംഭവിച്ച് കത്തുന്ന ഒരു കംപ്ലൈൻറ്റുകൾ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത്തരം വാഹനങ്ങൾ കത്തിയതിൻ്റെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് താഴെ വന്ന് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം കേരളത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും വയനാട് ചുരം, കുറ്റ്യാടി ചുരം, അവിടങ്ങളിലെല്ലാം ഇത്തരം വാഹനങ്ങൾ ഒരുപാടെണ്ണം കത്തിക്കിടപ്പുണ്ട് എന്ന് പറഞ്ഞ്. കാരണം ഈ വാഹനത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്നവർ, ഓടിച്ച് പരിചയമുള്ളവരൊക്കെ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തുകൊണ്ടാണ് ഈ വാഹനം മാത്രം ഇങ്ങനെ കത്തുന്നതിന് കാരണം എന്താണ് എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ഈ വണ്ടികളെല്ലാം കത്തിയിരിക്കുന്ന കുത്തനെയുള്ള കയറ്റങ്ങൾ കയറുമ്പോഴാണ്. തുടർച്ചയായിട്ടുള്ള കയറ്റങ്ങൾ കയറി വരുന്ന വഴിക്കാണ് എല്ലാ വണ്ടികളും കത്തിപ്പോയിരിക്കുന്നത്. അപ്പോൾ ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരും ഇടുക്കി പോലെയുള്ള ഹൈ റേഞ്ച് പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരും യാത്ര ആരംഭിക്കുന്നതിന് മുമ്പേ വാഹനത്തിൻ്റെ കണ്ടീഷനുകളൊന്ന് പരിശോധിക്കുക. പരിചയസമ്പന്നനായ ഒരു ഡ്രൈവറെ കൂടെ കൂട്ടുക. യാത്രയിലെ വാഹനത്തിന് കൃത്യമായ വിശ്രമങ്ങളൊക്കെ നൽകുക. അതുപോലെ തന്നെ കൃത്യമായ ഗിയറുകൾ ഉപയോഗിച്ച് കയറ്റങ്ങൾ കയറുക. അങ്ങനെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക. കാരണം ഇതുപോലെയുള്ള ഒരുപാട് അപകടങ്ങൾ ഇപ്പോൾ തുടർക്കഥയാകുന്നുണ്ട് ഇടുക്കി പോലെയുള്ള ഹൈ റേഞ്ച് പ്രദേശങ്ങളിൽ. അപ്പോൾ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുന്നു. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.